നമസ്കാരം. നമ്മളിപ്പോൾ ഷാങ്ഹായ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. ഏകദേശം ഒരു 3.5 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം 1600 കിലോമീറ്ററോളം വരുന്നുണ്ട് ഷാങ്ഹായിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക്. പക്ഷേ അതൊരു 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ എത്തുമെന്നറിയാം. ഹോങ്ക്യാങ് റെയിൽവേ സ്റ്റേഷനാണ്. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിനെ വെല്ലുന്ന തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കിയൊക്കെ അവിടെ പോയിട്ട് എയർപോർട്ട് പോലെ തന്നെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിൻ്റെ മുമ്പേ ഞങ്ങളോട് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അരമണിക്കൂർ യാത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ലഗേജ് കാര്യങ്ങളൊക്കെ ചെക്കിങ് ചെയ്യാനുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് കയറണം. എന്നിട്ട് ബാക്കി റെയിൽവേ സ്റ്റേഷൻ്റെ അടിപൊളി വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നോക്കുക, നിങ്ങൾ കമൻറ്റ് പറയുക. എയർപോർട്ട് പോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അതിനേക്കാട്ട് അഡ്വാൻസ്ഡാണ്. അത്രയും സ്പീഡിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ഒരുപാട് ഇവിടെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ വുഹാൻ, ഷാങ്ഹായ്, ബെയ്ജിങ് എല്ലായിടത്തേക്കും ട്രെയിനുകൾ ഇവിടുന്ന് പോകുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നോക്കി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലുള്ളൊരു ബുള്ളറ്റ് ട്രെയിൻ കിട്ടുന്ന മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് ബെയ്ജിങ്ങിലേക്ക് പോകണം. ഷാങ്ഹായിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് പോകുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ടിക്കറ്റ് ബിൽഡിംഗ് സ്റ്റേഷൻ. നമ്മൾ ഇപ്പം പോലീസ് ആൾക്കാരുടെ ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കര ഹൈ എന്നാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്താ റെയിൽവേ സ്റ്റേഷൻ, സൂപ്പർ റെയിൽവേ സ്റ്റേഷൻ. ചെക്കിംഗ് സെൻ്ററാണ്. ഒരു എയർപോർട്ട് പോലെ തന്നെ ഉണ്ടല്ലോ.
ബുള്ളറ്റ് ട്രെയിനാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 168 ഓക്കെ. ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണെന്ന് പറയാം. നല്ല തിരക്കാണ്. ട്രെയിൻ ഇപ്പോൾ വന്ന് നിന്നൊരു സമയത്ത് തന്നെയാണല്ലോ. ആ ഒരു സമയത്ത് തന്നെ നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നത്. നല്ല തിരക്കാണ്. 7 നമ്പർ കമ്പാർട്ട്മെൻറ്റിലാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ സീറ്റ് ലെവലാകാത്തതുകൊണ്ട് സീറ്റ് നമ്പറും ഒക്കെ നോക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറയാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് എന്തായാലും എല്ലാവരും ഓരോരുത്തർ സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് ഫ്രീ ആവും. ശരിക്കും ഫ്ലൈറ്റ് പോലെ തന്നെ ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ, ട്രെയിനിൻ്റെ ഉള്ളിൽ. നോക്കാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയാം. ട്രെയിനിപ്പോൾ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് മെല്ലെ മെല്ലെ കൂടി വരികയാണ് ട്രെയിനിൻ്റെ സ്പീഡ്. നമ്മൾ അറിയാത്തതുകൊണ്ട് സ്പീഡ് ശരിക്കും അറിയുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തീരെ സ്പീഡ് അറിയുന്നില്ല. ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചാൽ പോലെ തന്നെ അറിയുന്നില്ല തീരെ.
എല്ലാം നല്ല സ്പീഡ് ഇപ്പോൾ ഏകദേശം ഒരു 300 എത്തിയിരിക്കുകയാണ്. സ്ക്രീനിൽ ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 300, 350, 450 ആ റേഞ്ചിലാണ് സ്പീഡ് പോകുന്നത്. ഇപ്പോൾ സ്പീഡ് വല്ല കൂടി 350 എത്തിയിരിക്കുകയാണെന്ന് അറിയാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുലുക്കം അങ്ങനത്തെ യാതൊരു സംഭവമില്ല. നമ്മളെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിനെക്കാളും കുറച്ചും കൂടിയും അടിപൊളിയാണ്. പക്ഷെ തീരെ കുലുക്കമില്ല എന്ന് പറയാം. അതൊരു ഭയങ്കര സംഭവം തന്നെ. കുലുക്ക സ്പീഡ് എത്ര സ്പീഡിലേക്ക് പോകുന്നതെന്നുള്ള നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഇതിൻ്റെ സ്പീഡ് ശരിക്കും മനസ്സിലാകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. അപ്പോൾ അധികം ആൾക്കാർ ഉറങ്ങുകയാണ്, ചില ആൾക്കാർ ഉറങ്ങുന്നുണ്ട്. എല്ലാവരുടെയും പാലങ്ങളും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ ഉള്ളത്. അടിപൊളിയൊരു എക്സ്പീരിയൻസ്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുന്നത് ചൈന ഇങ്ങനെ ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വർഷം മുമ്പ് ചൈനയും ഇന്ത്യയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോളനി വൽകൃത രാജ്യമായിരുന്നില്ലേ. പക്ഷേ എങ്കിൽ ഏകദേശം എത്ര വലിയൊരു രാജ്യമായിട്ടാണ് ചൈന വളർന്നു പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളെപ്പോലെ തന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളില്ല, പൊളിറ്റിക്കൽ ഇഷ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ശരിക്കും ഏകാധിപത്യ രാജ്യം തന്നെയാണ് ചൈന. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇത്രയും വലിയൊരു രാജ്യമായി വളർന്നതെന്ന് വിചാരിക്കും അല്ലേ. ഈ ഏകാധിപത്യ ഭരണം കൊണ്ട് തന്നെ അവർ ഓപ്പോസിറ്റ് പാർട്ടീസ് അവിടെ ശരിക്കില്ല എന്നറിയാം. അവരെടുക്കുന്ന തീരുമാനം അത് തന്നെയാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ചയിലേക്ക് നയിച്ചതെന്നറിയാം. എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണെന്നറിയാം അവിടെ ശരിക്കും വളർന്നു വന്നത്. പിന്നെ നമ്മൾ ഇന്നലെ തന്നെ ഞാൻ ഷാങ്ഹായിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചു. അപ്പോൾ ടാക്സി വിളിച്ചപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ടാക്സി വിളിച്ചപ്പോൾ അവർ ടാക്സിയിൽ കയറ്റിയില്ല, 2 പേരേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ ഫുള്ളി AI ക്യാമറകളാണല്ല അവിടെ. അപ്പോൾ 2 പേരിൽ കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു സിബിൽ സ്കോർ പോലെ തന്നെ അവിടെ ഒരു സോഷ്യൽ സ്കോറുണ്ട്, അത് ഞങ്ങളെ ബാധിക്കും. അതുകൊണ്ട് 2 പേരെ അങ്ങനെ ഞങ്ങൾ 3 ടാക്സി വിളിക്കേണ്ടതെന്ന് പറയാം. അങ്ങനെ നിയമങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന. ആ ഒരു നിയമവ്യവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് ചൈനയിൽ ഇത്രയും വലിയൊരു വളർച്ച വന്നതെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ AI ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അവിടെ എല്ലാ മേഖലയിലും AI ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഡാക്സിങ് എയർപോർട്ട് തന്നെ ഈ ബാത്റൂമിലൊക്കെ യൂറിൻ പാസ് ചെയ്യുന്നിടത്തൊക്കെ അവിടെ ഒരു സ്ക്രീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സ്ക്രീനിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന നമ്മൾ യൂറിനറി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും അത് മോണിറ്റർ ചെയ്ത് നമ്മളോട് പറഞ്ഞു തരും, കൺസൾട്ടൻ്റ് ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട്. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയ ചിന്തകൾ തന്നെയാണ് ചൈനയിൽ ഉള്ളത് എന്നല്ലേ. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിലെ ഗുഡ്സ് കേരിയേഴ്സ് ഉണ്ടല്ലോ, അതിലെന്ന് വെച്ചാൽ ഒരു സ്കാനറാണ് ഉള്ളത്. അതെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിലിട്ട് കഴിഞ്ഞാൽ അതിലൊരു സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ക്യാഷിലൊന്നും ആരും ഉണ്ടാവില്ല, കൗണ്ടറിലൊന്നും ആരും ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് അത് തന്നെ സ്കാൻ ചെയ്തിട്ട് മേലെ കാണിക്കുന്നറിയാം. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഈ ഹാൻഡ് സ്കാനിങ് ഉണ്ട്, അതേപോലെ ഫേസ് സ്കാനിങ്, ഇത് കാണിച്ചിട്ട് നമ്മൾ അവിടുന്ന് സാധനം വാങ്ങി പുറത്തേക്ക് വരും. പിന്നെ അതേപോലെ തന്നെ വേറെ ശ്രദ്ധിച്ചാൽ ഫുഡ് ഡെലിവറി, ഡ്രോണിലാണ് ഫുഡ് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പാർക്കിലും കാര്യങ്ങളിലൊക്കെ ഓരോരോ തിയോസ്ക് പോലുള്ള സംഭവങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവിടെ നിന്ന് ആ തിയോസ്കിലെ സ്ക്രീനിൽ നമ്മൾ ATM അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ ഒരു ഫുഡ് വേണമെന്ന് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് ഡ്രോണിൽ ഫുഡ് വന്നിട്ട് ഈ തിയോസ്കിൽ വന്നിറങ്ങും. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ പൈസ കൊടുക്കും. അങ്ങനെ ഈ എന്താ പറയുക പേയ്മെൻറ്റ് ഗേറ്റ് വേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹാൻഡ് സ്കാനിങ്, ഫേസ് സ്കാനിങ് ഇതൊക്കെയാണ്. അങ്ങനെ എത്രയും അഡ്വാൻസ്ഡ് ആയ സിറ്റികൾ തന്നെയാണ് അവിടെ. ഈ ഷെൻസൻ സിറ്റീനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഷെൻസൻ സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പണ്ടൊരു കാർഷിക ഗ്രാമപ്രദേശമായിരുന്നു ഷെൻസൻ സിറ്റി. അങ്ങനെ പുറത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ചൈനയുടെ അവിടെ മാറിയിരിക്കുകയാണ്. അങ്ങനെ മാനുഫാക്ചേഴ്സ് അവിടെ വന്ന് മാനുഫാക്ചർ ചെയ്തു. അങ്ങനെ ഒരു ഗ്രാമപ്രദേശം, ഒരു കാർഷിക സ്ഥലമായിരുന്നു. ഇപ്പോൾ അവിടെ കംപ്ലീറ്റ് അഡ്വാൻസ്ഡ് സിറ്റികൾ, പല വലിയ വലിയ കമ്പനികളുടെയൊക്കെ മാനുഫാക്ചറിങ് സെൻ്ററായിട്ട് ചൈന മാറുകയാണ്. ചീപ്പ് ലേബർ കോസ്റ്റ് തന്നെയാണ് ചൈന ഇത്രയും രീതിയിൽ വളർന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നറിയാം. അങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ഭയങ്കര വളർച്ചയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നോ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന സംഭവമില്ല. ട്രാഫിക് കൺട്രോൾ തീരെ ഇല്ല എന്നറിയാം. ആ
സ്പീഡാണ്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ എല്ലാ ഇതിലും ഹൈ സ്പീഡ് കാണാൻ പറ്റും. ടാക്സി ഞാൻ പറഞ്ഞത് ദീദി ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്സി ഒക്കെ വിളിക്കാൻ വളരെ ഈസിയാണ്. സ്പോട്ടിൽ ടാക്സി എത്തും. പക്ഷേ വേറൊരു സംഭവം പറയുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് ഒരു 99% ഇംഗ്ലീഷ് അറിയില്ല എന്നാണ്. അവരുടേതായ ഭാഷയാണ്, ലാംഗ്വേജാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് തീരെ ആർക്കും അറിയില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്റ്റേഷനിൽ ഒരുപാട് ട്രെയിനുകൾ നിർത്തി. നെഞ്ചിങ് സ്റ്റേഷനാണ്. ഇവിടെ ട്രെയിൻ നിർത്തും, ആൾക്കാർ കയറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സംഭവങ്ങളൊക്കെ എന്താ വെച്ചാൽ ഈ ചൈനയിൽ ഈ ഗൂഗിളില്ല, ജിമെയിലില്ല, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ചൈനയിലില്ല. ഉണ്ട് ചൈനയിൽ, പക്ഷെ അത് ചൈനീസ് വെർഷനാണ്. അവർ തന്നെ അവരുടെ രീതിയിൽ തന്നെ വളർത്തിയെടുത്ത സംഭവങ്ങളാണ് ചൈനയിലുള്ളത്. ഈ ഫേസ്ബുക്കിന് തന്നെ 6000 കോപ്പികളുണ്ടെന്നത്. ഈ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൽ കൂടി തന്നെയാണ് ചൈന ഇത്രയും വലിയ ഒരു രാജ്യമായിട്ട് വളർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. റിവേഴ്സ് എഞ്ചിനീയർ കോപ്പി അടിച്ച് അതിൻ്റെ ഒരു ഹൈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഒരു സ്ഥിതിയിലൂടെ തന്നെയാണ് ചൈന പോയിക്കൊണ്ടിരിക്കുന്നത്. 6000 ഫേസ്ബുക്കുകളുണ്ട്. വേറെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ സംഭവങ്ങളൊന്നും അവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അത് തന്നെയാണ് കാരണം. ഇപ്പോൾ ലോക രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും ടെക്നോളജി ഇപ്പോൾ നെഞ്ചിങ് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ ടെക്നോളജി ലോകത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്ന അമേരിക്കയാണ്. നമുക്ക് ടെക്നോളജിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. അടുത്ത് കൂടെ ഒരു ട്രെയിൻ പോകുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ എത്രത്തോളം സ്പീഡ് ഉണ്ടാകുന്നത് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഒരു 400-450 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് ടെക്നോളജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. ഈ ചൈന എന്ന് പറഞ്ഞാൽ ശരിക്കും അമേരിക്കയുടെ എത്രത്തുള്ളൊരു കൺട്രിയാണ്. അവർക്ക് യാതൊരു കാരണവശാലും ടെക്നോളജി കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. അതായത് ലോകത്തേക്ക് ടെക്നോളജി കൊടുക്കുമ്പോൾ ഈ അമേരിക്ക 3 പാർട്ടുകളായിട്ടാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ടയർ 1 കൺട്രീസ്, ടയർ 2 കൺട്രീസ്, ടയർ 3 കൺട്രീസ്. ഈ ടയർ 1 കൺട്രീസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ്. അവർക്ക് യാതൊരു കാരണവശാലും ടെക്നോളജി ഒന്നും ടയർ 1 കൺട്രീസ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ അമേരിക്ക എന്ത് ടെക്നോളജികൾ കണ്ടുപിടിക്കുന്നതൊക്കെ യൂറോപ്യൻ കൺട്രീസിന് കൊടുക്കും. ടയർ 2 കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള കൺട്രീസ്, ഇന്ത്യ, പിന്നെ മറ്റ് ചില ഏഷ്യൻ കൺട്രീസ്. ഇതൊക്കെ ടെക്നോളജി കൊടുക്കുന്ന കുറേ ബാധ്യത അല്ലെങ്കിൽ കുറച്ച് നയതന്ത്ര തലത്തിലുള്ള കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടായിരിക്കും ടെക്നോളജി കൊടുത്തുകൊണ്ടിരുന്നത്. അതല്ല ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നയതന്ത്ര തലത്തിൽ കുറച്ച് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ടയർ 3 കൺട്രീസ് എന്ന് പറഞ്ഞാൽ ചൈന, റഷ്യ, ചൈന പോലുള്ള മറ്റ് ചില കൺട്രീസ്, അവർക്ക് ടെക്നോളജി തീരെ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചൈന സ്വയം പര്യാപ്തമായ ഒരു രാജ്യമായി മാറും. അവർ സ്വയം കണ്ടുപിടിച്ചാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇതുണ്ടല്ലോ, എന്താ പറയുക, സ്പേസിൽ ചൈനക്ക് സ്പേസ് സ്റ്റേഷൻ നിഷേധിച്ചപ്പോൾ അവർ സ്വന്തമായിട്ട് സ്പേസിൽ ഇത് ഉണ്ടാക്കി, സ്പേസ് സ്റ്റേഷൻ കണ്ടുപിടിച്ചു. അതാണ് നമ്മളിപ്പോൾ ഒരു ഇന്ത്യ എന്ന രാജ്യം മറ്റുള്ള രാജ്യത്തെ ആശ്രയിച്ചിടത്തോളം കാലം, അമേരിക്കനെ ആശ്രയിച്ചിടത്തോളം കാലം ഇന്ത്യയിലൊരു വികസനം വരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവൈലബിലിറ്റിയാണ് ഇന്ത്യയിൽ. പക്ഷേ നമുക്ക് ഈ നയതന്ത്ര തലത്തിലും വലിയ മാറ്റങ്ങൾ വെക്കാൻ പറ്റില്ല. മാറ്റങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് അതൊരു പ്രശ്നമായിട്ട് മാറും. അതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടുകളായിട്ടാണ് അമേരിക്ക ലോകരാജ്യങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലേറ്റവും ബേക്കിൽ ഒരു ടെക്നോളജി തീരെ കൊടുക്കാത്ത ഒരു രാജ്യമായിരുന്നു ചൈന. അപ്പോൾ ചൈന എന്ത് കൊടുത്തു, സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോപ്പി അടിച്ചിട്ടാണ് ചൈന ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ നിങ്ങളറിയാം, ടൗണിൽ, സിറ്റി, സൂപ്പർ മാർക്കറ്റുകളിൽ, അങ്ങനെ എല്ലാ മേഖലയിലും അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ചൈനയുടെ അമേരിക്കയുടെ ഇലോൺ മസ്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, എന്താണ് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ChatGPT, ഈ ഓപ്പൺ AI ChatGPT തന്നെ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ട്രെയിൻ ഇപ്പോൾ കടന്നു പോകുന്ന ഹൈ സ്പീഡിലായതുകൊണ്ട് ഒരു ഇതിൽ കടന്നു. അപ്പോൾ ChatGPT ആണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ചാറ്റ് ബോട്ടുകളിലൊന്ന്. ഇപ്പോൾ ഈ ChatGPT പോലുള്ള സംഭവങ്ങൾ അമേരിക്ക കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇലോൺ മസ്ക് ഒക്കെ പറയാൻ സംബന്ധിച്ച് അത്രയും കോടിക്കണക്കിന് $1 ബില്യൺ ചിലവഴിച്ചിട്ടാണ് ശരിക്കും ചാറ്റ് ബോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരു ബാത്റൂമിൽ കയറി, ബാത്റൂം ക്ലീൻ ചെയ്ത്
അടിപൊളി സെറ്റപ്പ് അല്ലേ ബാത്റൂമിലൊക്കെ. അപ്പോൾ ഈ ചാറ്റ് ബോട്ടുകൾ ആണ് പിന്നെ ചാറ്റ് GPT കണ്ടെത്തിയത്. ഭയങ്കര എക്സ്പെൻസാണ് ഈ ചാറ്റ് GPT പോലുള്ള സംഭവം. ഈ ചാറ്റ് GPTക്കെതിരായിട്ട് ചൈന സ്വന്തമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഡീപ് സീക്ക് എന്നുള്ള സംഭവം. ഈ ഡീപ് സീക്ക് കണ്ടെത്താൻ ഒരു $50,000 ചിലവ് വന്നിരിക്കുന്നത്. അതായത് ലോകത്തേക്ക് ടെക്നോളജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് NVIDIA ആണ് GPU ചെയ്തുകൊണ്ടിരുന്നത്. NVIDIA GPUകൾ ലോകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള GPUകളാണ് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സിലിക്കൺ വാലിയുള്ള ഒരു സ്റ്റോറേജിലാണ് ഈ സംഭവങ്ങൾ കണ്ടത്. പിന്നെ ഈ NVIDIA കൊടുത്തുകൊണ്ടിരുന്ന ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള GPUകൾ ഉപയോഗിച്ചിട്ടാണ് ഡീപ് സീക്ക് ഉണ്ടാക്കിയെടുത്തത്. അതായത് ഡീപ് സീക്ക് ഈ ചാറ്റ് GPTനെക്കാട്ടും ഒരു തല മേലെ നിൽക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞു. അത് ഇലോൺ മസ്ക് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്, സാം ആൾട്ട്മാൻ എടുക്കാൻ സമ്മതിച്ചെടുത്തിട്ടുണ്ട്. അതായത് ലോകത്തുള്ള 6000 പ്രോഗ്രാമുകളിൽ ഈ 6000 പ്രോഗ്രാമുകളും കണ്ടുപിടിക്കുന്ന സംഭവമാണ് ഡീപ് സീക്കിലുള്ളതെന്ന് പറയുന്നത്. ഈ ഡീപ് സീക്ക് ഉണ്ടാക്കാൻ $50,000 ചിലവാകുന്നത്. അതായത് 20 ആൾക്കാരും ഈ ഓഹരി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ സംഭവം കണ്ടെത്തി വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ നോക്കുമ്പോൾ ചൈനയിൽ ഏറ്റവും ഇത്രത്തോളം എമ്മാരി വളർച്ചയാണ് ചൈനയിൽ മുന്നോട്ടിരിക്കുന്നത്. ഇപ്പോൾ വേറെ സംഭവമാണ്, ഫോർച്യൂൺ 500 കമ്പനീസിൽ 400ഓളം കമ്പനികൾ ചൈനയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് കുറച്ച് കമ്പനികൾ, അതായത് 3-4 കമ്പനികൾ, അതായത് SBI, പിന്നെ നമ്മുടെ LIC പോലുള്ള കമ്പനികളാണ്. അങ്ങനെ ഈ NVIDIA യൂസ് ചെയ്ത് ഒഴിവാക്കിയ GPU ഉപയോഗിച്ചിട്ടാണ് ചാറ്റ് GPT ഈ പോലുള്ള ഒരു സംഭവം ഡീപ് സീക്ക് ചൈന വളർത്തിക്കൊണ്ടിരുന്നത് എന്ന് പറയാം. അത്രയും അഡ്വാൻസ്ഡാണ് ചൈനയിലെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് ഈ AI നിന്ന്? പിന്നെ സാം ആൾട്ട്മാൻ ഒരു ദിവസം ഇന്ത്യയിൽ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംഭവങ്ങളൊന്നും ഇന്ത്യക്ക് കണ്ടെടുത്താൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അത് ഇവിടെ മദ്രാസ് IITയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ടെക്കികളൊക്കെ ഇത് കണ്ടെത്തി പറഞ്ഞു. ഞങ്ങളൊരു 5 വർഷം കൊണ്ട് ചാറ്റ് ബീറ്റിനെക്കാട്ടും കൂടുതൽ സെറ്റപ്പുള്ള സംഭവം വളർത്തിയെടുക്കുന്നു പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞിട്ട് 10 വർഷമായി, ഇതുവരെയായിട്ടും അതിനുള്ളൊരു മാറ്റങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നറിയാം. അതാണ് ചൈനക്കാർ ജീവിക്കുന്നത് ശരിക്കും 50 വർഷം മുമ്പിലാണെന്ന് പറയുന്നത്. പക്ഷേ സത്യം തന്നെയാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് ഈ ഒരു ടെക്നോളജി കാര്യങ്ങളൊക്കെ വരുവാനും ചിലപ്പം 10-20 വർഷത്തോളം, 10-50-100 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഇന്ത്യയിൽ ഇതേപോലത്തെ ടെക്നോളജികളൊക്കെ വരിക. അപ്പോഴത്തേക്ക് ചൈന ഏത് ലെവലിൽ എത്തിയിട്ടുണ്ടാകും നിങ്ങൾ ആലോചിച്ചു. അവരുടെ സ്വന്തം രാജ്യത്തെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏകാധിപത്യ ഭരണമാണെങ്കിലും അവരുടെ ജനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന റീൽസ് കാര്യങ്ങളൊക്കെ, ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ശരിക്കും നല്ല ട്രെയിനിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാറ്റ് ബോട്ടുകൾക്ക് കിട്ടുന്നൊരു ട്രെയിനിങ് ആണ്. 20 വർഷം മിനിമം വേണം ചാറ്റ് ബോട്ടുകൾക്ക് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി. ഈ ചാറ്റ് GPT അമേരിക്ക ഇലോൺ മസ്ക് ഉണ്ടാക്കിയെടുത്തപ്പോൾ തന്നെ 20 വർഷത്തെ അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്, 20 വർഷത്തോളം എടുത്തു. അത്രത്തോളം ട്രെയിനിങ്, അത്രത്തോളം ഡോളറുകൾ ചിലവാക്കിയിട്ടാണ് ഇത്രയും വലിയൊരു സോഫ്റ്റ്വെയർ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ വെറും 2 വർഷം കൊണ്ടാണ് ഡീപ് സീക്ക് ചൈന വികസിപ്പിച്ചെടുത്തതെന്ന് പറയാം. അതായത് വെറും 20 എംപ്ലോയീസുകൾ $50,000 ഉപയോഗിച്ചിട്ടാണ് ഡീപ് സീക്ക് കൊണ്ടുത്തരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ലോകത്തുള്ള 6000 പ്രോഗ്രാമുകൾക്ക് കടപിടിക്കുന്ന സംഭവമാണ് ഡീപ് സീക്കിലുള്ളത്. അത് ഇലോൺ മസ്കും സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര സ്പീഡാണ്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടുന്നുണ്ടത്. അടിപൊളി സ്പീഡിലാണ്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിക്ചേഴ്സ്, വീഡിയോ മേക്കിംഗ് ഒക്കെ അതിനെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ചൈന ഇത് യൂസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, NVIDIA യൂസ് ചെയ്ത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള GPU ഉപയോഗിച്ചിട്ടാണ് ഇവർ വളർത്തിയിരിക്കുന്നത്, ഡീപ് സീക്ക് ഇവർ വളർത്തിയിട്ടുണ്ടായിരിക്കുന്നത്. ഇപ്പം പിന്നെ ഇലോൺ മസ്കിൻ്റെ ക്രോക്ക് വന്നിട്ടുണ്ട്. ക്രോക്ക് 3 ബീറ്റ വെർഷനാണെന്ന് തോന്നുന്നുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. ബീറ്റ വെർഷൻ ഉണ്ട് അതിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ലോകരാജ്യങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇത്രയും വളർന്നു പോകുന്നത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ടോപ്പ് AI റിസർച്ചേഴ്സ് ഉണ്ടല്ലോ, ഏകദേശം 47ഓളം AI റിസർച്ചേഴ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയാണ്, അമേരിക്കയല്ല.
അപ്പോൾ ചൈന ഒരു 50 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈന ഏത് ലെവലിൽ എത്തുന്നുള്ളത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ലോകം തന്നെയാണ്. അതിൻ്റെ യൂസേജ് ഏറ്റവും കൂടുതൽ ലോകത്ത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കനെക്കാട്ടും ബെറ്റർ ചൈന തന്നെയാണ്. അപ്പോൾ ഏത് ലെവലിലേക്ക് എത്തും എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ നല്ല ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. കൃഷിയാണ് ഇവിടെ വേറെ സംഭവം വെച്ചിട്ടുണ്ടോ, ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ കൃഷിയിടങ്ങളിൽ വെച്ചിട്ട് അവരെ ശരീരം ഇങ്ങനെ മറവ് ചെയ്തിട്ട് അതെങ്കിലും ഇങ്ങനെ പൂക്കൾ ഇതൊക്കെ വിതറുന്നുണ്ട്. അതിങ്ങനെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബെയ്ജിങ്ങിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും. The train is approaching the terminal station, Beijing Nan Station. Please take all your belongings and do not leave anything behind. നമ്മളിപ്പോൾ ഏകദേശം ട്രെയിന് സ്റ്റോപ്പ് നിർത്താറായി. ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ചിലപ്പോൾ രാത്രി ആയിരിക്കും പോകുന്നുണ്ടാവുക. കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഹോളിഡേ ഇൻ എന്നുള്ളൊരു ഹോട്ടലിലേക്ക് പോകും. അതാണ് പരിപാടി. ഭയങ്കര തിരക്കാണ് ട്രെയിനിൽ. അപ്പോൾ ലഗേജൊക്കെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലഗേജൊക്കെ എടുത്തിട്ട് മെല്ലെ ഇറങ്ങണം. അതിൻ്റെ പരിപാടിയിലാണ്. ഓക്കെ, സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പരിസരമുണ്ട്. തീപിടിച്ചായിട്ടാണ് തോന്നുന്നത്. ബിൽഡിംഗ് ഉണ്ടല്ലോ. ഇവിടെ ഹൈറ്റ് ടോപ്പിലുള്ള ബിൽഡിങ്ങുകളുള്ള എന്തുകൊണ്ട് ഹൈറ്റ് കൂടുതലുള്ള എൻ്റെ ആണ് ചോപ്പൻ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, ഷാങ്ഹായ് റെയിൽവേ സ്റ്റേഷൻ, ബെയ്ജിംഗ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ പുറപ്പെടുന്ന സമയം.
ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുണ്ട്. നടന്ന് ഈ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം മേലെയാണ് വരുന്നത്. അണ്ടർഗ്രൗണ്ടിലേക്ക് നടന്നു പോകണം. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിലൂടെ ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകണം. അതേ കാണുന്നതാണ് ലിഫ്റ്റിലേക്ക് പോകണം. അണ്ടർഗ്രൗണ്ടിലാണ് എക്സിറ്റ് ഉള്ളത്. അപ്പോൾ എക്സിറ്റ് ഇടുന്നു. ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലേ, എന്താ പറയുക, അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. ഈ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പാസേജ് വരുന്നത്. ട്രെയിൻ സ്റ്റേഷൻസൊക്കെ മുകളിലേക്കാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. മേലെ ഇറങ്ങിയിട്ട് നോക്കട്ടെ, കാണാം. ബെയ്ജിങ് സ്റ്റേഷനും എല്ലാം അടിപൊളി തന്നെയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ തോന്നിക്കില്ല എന്നറിയാം. ഒരു എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന പോലെ തന്നെയാണുള്ളത്. അത്രയ്ക്കും ഫുൾ AC, സെൻട്രലൈസ്ഡ് AC, അടിപൊളി മാളിൻ്റെ ഉള്ളിലേക്കുള്ളത് പോലെ തന്നെ ഉണ്ട്. എല്ലാവിധ സംവിധാനങ്ങൾ, പർച്ചേസിങ് ഐറ്റംസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ലഗേജ് എടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെയുള്ള പരിപാടിയിലാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസ് ഉണ്ടാവും മേലെ. ബസ്സിൽ കയറിയിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ്, എന്തൊക്കെയാണെന്ന് അറിയില്ല, അതൊക്കെ കണ്ടിട്ടാണ് നേരെ വൈകുന്നേരം രാത്രിയോടെ റൂമിലേക്ക് പോവുക. ഹോളിഡേ എന്നുള്ളൊരു റൂമിലുണ്ട്, അവിടത്തേക്ക് പോവുക.